ചാരക്കേസ് എക്കാലത്തും വിവാദമാണ്. കേരള രാഷ്ട്രീയത്തിൽ കറുത്ത വടുവായി മാറിയ VSSC ചാരക്കേസ് ഈ തിരഞ്ഞെടുപ്പ് കാലത്തും ചൂട് ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. മറിയം റഷീദയും ഫൗസിയ ഹാസനും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലും ആ കേസിന്റെ പ്രേതം ഇന്നും കേരള രാഷ്ട്രീയത്തെ വിടാതെ വേട്ടയാടുന്നുണ്ട്. അടുത്തിടെ ഖത്തറിൽ 8 ഇന്ത്യക്കാരെ വധശിക്ഷയ്ക്ക് വിധിച്ച കേസിനും ആധാരം ചാരക്കേസായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെ അവരെ മോചിപ്പിച്ച് നാട്ടിലെത്തിച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ മരണം ഉറപ്പായിരുന്നു, രാജ്യത്തിന് നാണക്കേടുമാകുമായിരുന്നു. ഇങ്ങനെ തിരികെ വന്നവരിൽ തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി രാകേഷ് കുമാറും ഉണ്ടായിരുന്നു. സ്വാഭാവികമായി മലയാളികളും ഈ സംഭവം ഗൗരവത്തോടെ ശ്രദ്ധിച്ചു. ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച 8 പേരും ദോഹയിലെ സൈനിക പരിശീലന കമ്പനിയിൽ പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് അറസ്റ്റിലായത്. ഇസ്രയേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്നായിരുന്നു ഇവർക്കെതിരെയുള്ള കേസ്. പക്ഷേ ഇവിടെ പറയുന്ന ചാരക്കേസിന് അല്പം വ്യത്യാസമുണ്ട്. ഈ കേസിലെ പ്രതി 8 മാസക്കാലം മുംബൈ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. കാലിൽ ഒരു ലോഹവളയം ചുറ്റിയ പ്രതി മുംബൈയിൽ ചില തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും കറങ്ങുന്നത് പോലീസ് കാണുന്നു. അസ്വാഭാവികമായ രീതികളും പെരുമാറ്റവും ശ്രദ്ധയിൽപ്പെട്ട പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിൽ കാര്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ല. പ്രതിയുടെ ഭാഷ പോലീസിന് മനസ്സിലായില്ല. പല വിദഗ്ധ പരിഭാഷകരെയും വിളിച്ചു വരുത്തിയെങ്കിലും അവരെല്ലാം ദയനീയമായി പരാജയപ്പെട്ടു. പക്ഷെ കേസ് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആൾ ചാരനാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ഉടനെ തന്നെ പ്രതിയെ വെറ്റിനറി ആശുപത്രിയിൽ ഏകാന്ത തടവിലാക്കി. പരിശോധനയിൽ പ്രതിയുടെ കാലിലെ ലോഹവളയത്തിൽ ചൈനീസ് അക്ഷരങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളതായി കണ്ടെത്തി. അതോടെ കാര്യം ഗുരുതരമായ രാജ്യാന്തര പ്രശ്നമായി മാറി. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുത്തു. കാലെഴുത്ത് ഡീകോഡ് ചെയ്ത് വിദഗ്ധർ തിരിച്ചും മറിച്ചും വായിച്ചു. ഒടുക്കം ചാരൻ തായ്വാനിൽ നിന്ന് വന്നതാണെന്ന് കണ്ടെത്തി. വഴിതെറ്റി വന്നതാണത്രേ. അല്ലെങ്കിൽ തന്നെ മനുഷ്യരുടെ അതിർവരമ്പുകൾ ഗഗനചാരികളായ പക്ഷികൾക്ക് ബാധകമാവില്ലല്ലോ. പോലീസുകാർ തങ്ങളുടെ അതിർത്തിയിലുള്ള അജ്ഞാത ശവം അടുത്ത സ്റ്റേഷൻ അതിർത്തിയിലേക്ക് തള്ളിയിടുന്ന ശവം തള്ള് എന്ന മനോഹരമായ ആചാരം പക്ഷിലോകത്ത് അത്ര പരിചിതമായിട്ടില്ല. അല്ലെങ്കിൽ ആകാശത്തിന് എവിടെയാണ് അതിർവരമ്പുള്ളത്? അങ്ങനെ തായ്വാനിൽ നിന്ന് വഴിതെറ്റി വന്ന ആ പ്രാവ് 8 മാസം മുംബൈ പോലീസിന്റെ ഏകാന്ത തടവിൽ കിടന്നു. പക്ഷി നിരീക്ഷകർ ദേശാടന പാത അറിയാനായി പക്ഷികളുടെ കാലിൽ ലോഹവളയം പിടിപ്പിച്ച് നിരീക്ഷണം നടത്തുക പതിവാണ്. ഇങ്ങനെ വളയമിട്ട പ്രാവുകളിലൊന്ന് വഴിതെറ്റി ഇന്ത്യയിലെത്തിയതായിരുന്നു എന്നാണ് ഒടുവിൽ പോലീസ് കണ്ടെത്തിയത്. പ്രാവായതുകൊണ്ട് പ്രതി രക്ഷപ്പെട്ടു. മനുഷ്യനായിരുന്നു വഴിതെറ്റിയെത്തിയിരുന്നതെങ്കിൽ ഗതി എന്താകുമായിരുന്നു പറയാനാവില്ല. ഖത്തർ ചെയ്തതുപോലെ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. അല്ലെങ്കിൽ ജയിലറയിൽ കിടന്ന് കാലക്ഷേപം ചെയ്യേണ്ടി വരാവുന്ന കുറ്റം. ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ ശ്രീലങ്കയിലും പാകിസ്ഥാനിലും പിടിയിലാകുന്നതിന്റെ വാർത്തകൾ അടിക്കടി നമ്മൾ കാണാറുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്നുള്ളവർ സമുദ്രാതിർത്തി ലംഘിച്ച ഇന്ത്യൻ നാവിക നിരീക്ഷകരുടെ പിടിയിലാകുന്നതും വിരളമല്ല. അതിർത്തികൾ അറിഞ്ഞിരിക്കണമെന്നത് അലിഖിത നിയമമാണ്. എന്റെ പറമ്പിലെ തെങ്ങിന് അടുത്ത വീടിന്റെ മുകളിലേക്ക് പടരാൻ അനുവാദമില്ല. അതുപോലെ എന്റെ വീട്ടിലെ കോഴിക്ക് അടുത്ത വീട്ടുപറമ്പിൽ കയറി തീറ്റയെടുക്കാനും നിയമം അനുവദിക്കുന്നില്ല. അങ്ങനെയിരിക്കെ തായ്വാനിൽ നിന്ന് കാലിൽ ചൈനീസ് എഴുത്തുള്ള ലോഹവളയം ഉണ്ടെന്നുള്ള അഹങ്കാരത്തോടെ മുംബൈ പോലൊരു നഗരത്തിൽ വന്നിറങ്ങിയ വിദേശിയെ സംശയത്തോടെ അല്ലാതെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നോക്കാൻ കഴിയില്ലായിരിക്കാം. പണ്ട് മുംബൈ തീരത്ത് പാകിസ്ഥാനിൽ നിന്ന് ബോട്ടിൽ വന്നിറങ്ങിയ അജ്മൽ കസബും സംഘവും നടത്തിയ വിക്രിയകൾ മറന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോവുകയായിരുന്ന കപ്പൽ ആണവ സാമഗ്രികൾ ഉണ്ടെന്ന പേരിൽ മുംബൈയിൽ ഇന്ത്യ തടഞ്ഞു വെച്ചിരിക്കുകയുമാണ്. അതിനാൽ പ്രശ്നം നിസ്സാരമല്ല, കാര്യം ഗുരുതരമാണ്. ലോക പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സാലിം അലിക്ക് പഴയ USSRൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. രാജസ്ഥാനിലെ ഭരത്പൂർ പക്ഷി സങ്കേതത്തിൽ അദ്ദേഹം പക്ഷിപഠനം നടത്തുന്ന കാലം. അമേരിക്കയും USSRും തമ്മിൽ കടുത്ത ശീതസമരം നടക്കുകയാണ്. ദേശാടനത്തെക്കുറിച്ച് പഠിക്കാൻ USSRലെ സൈബീരിയ, തുർക്കിസ്ഥാൻ തുടങ്ങിയ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ദേശാടന പക്ഷികളെ പിടിച്ച് കാലിൽ ലോഹവളയം പിടിപ്പിച്ച് വിടുക പതിവായിരുന്നു. പക്ഷികളുടെ സഞ്ചാര വഴികളെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ സാലിം അലിയും കൂട്ടരും അമേരിക്കയുടെ സഹായത്തോടെ USSRൽ നിന്ന് വരുന്ന പക്ഷികളെ പിടിച്ച് രോഗം പരത്തുന്ന അണുക്കളെ നിക്ഷേപിച്ച് തിരിച്ചു വിടുകയാണെന്നായിരുന്നു ആരോപണം. സാലിം അലിയെ ഈ വിവാദം വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ലോക്സഭയിൽ ഇത് അക്കാലത്ത് വലിയ വിവാദം ഉണ്ടാക്കുകയുണ്ടായി. പക്ഷി ജീവിത പഠനത്തെക്കുറിച്ച് വിവരമില്ലാത്തവരുടെ അറിവില്ലായ്മയാണ് ഇതിനൊക്കെ കാരണമായത്.
അതുപോലെ ഭരത്പൂർ പക്ഷി സങ്കേതത്തിന്റെ പ്രധാന ആകർഷണമായ സൈബീരിയൻ കൊക്കുകളിൽ ഒരു ജോഡിയെ ഗ്രാമീണർ വെടിവെച്ചിട്ടതിന്റെ പിന്നിലും ചാരക്കഥയ്ക്ക് സ്ഥാനമുണ്ട്. അവ പാകിസ്ഥാനിൽ നിന്ന് വന്ന ചാരക്കൊക്കുകളാണെന്ന തെറ്റിദ്ധാരണയുടെ പേരിലാണ്. കാലിൽ ലോഹവളയം ഇട്ടിരുന്നുവെന്നതാണ് സംശയത്തിനിടയാക്കിയത്. കാലിലെ ലോഹവളയത്തിൽ പക്ഷിയെ പിടിച്ചതിന്റെ തീയതിയും ബന്ധപ്പെടേണ്ട വിലാസവും മറ്റുമാണ് പക്ഷി നിരീക്ഷകർ രേഖപ്പെടുത്തുക. ഏതായാലും ഖത്തറിൽ നിന്ന് ഇന്ത്യൻ തടവുകാരെ മോചിപ്പിച്ചതിനേക്കാൾ പ്രയാസപ്പെട്ടാണെങ്കിലും 8 മാസത്തെ ഏകാന്ത തടവിന് ശേഷം ആ തായ് പ്രാവിനെ മുംബൈ പോലീസ് നിരുപാധികം മോചിപ്പിച്ചു. പത്രസമ്മേളനം നടത്തുമെന്ന പ്രതീക്ഷയിൽ ചില മാധ്യമങ്ങൾ ചുറ്റിപ്പറ്റി നിന്നെങ്കിലും പ്രാവ് സാധാരണയേക്കാൾ അല്പം കൂടി കുണുങ്ങി നടന്നുപോയി. പിന്നെ പാസ്പോർട്ടും വിസയും ഒന്നുമില്ലാതെ മറ്റേതോ ദിക്കിലേക്കാണ് യാത്ര തിരിച്ചത്.